ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് എനിക്ക് ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. എന്താണെന്നല്ലേ, എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ് ഇന്ന്, സെക്കൻഡ് ബർത്ത്ഡേ. അപ്പോൾ ഞങ്ങളിന്ന് രാവിലെ അമ്പലത്തിലൊക്കെ പോയി. ഇന്നൊരു വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചൊന്നുമല്ല കേട്ടോ, പെട്ടെന്ന് തോന്നിയ ഐഡിയ ആണ്. അങ്ങനെ വീഡിയോ എടുത്തു. അമ്പലത്തിൽ നടക്കണ രംഗമാണ് കേട്ടോ നിങ്ങളീ കാണുന്നത്. അപ്പോൾ അമ്പലത്തിൽ തൊഴുതു വന്ന് വീട്ടിൽ വന്ന് ചെറിയ സദ്യവട്ടത്തിനുള്ള പരിപാടികൾ ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചെറിയ കറികളൊക്കെ വിഭവങ്ങളൊക്കെ കുറവാണ്, എന്നാലും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാനിതിൻ്റെ ക്യാബേജും ക്യാരറ്റും കൂടിയിട്ടുള്ളൊരു തോരൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇത് ക്യാരറ്റ് അച്ചാറാണ് കേട്ടോ, തലേ ദിവസം ഉണ്ടാക്കി. അപ്പോൾ തോരനായിട്ടുണ്ട്. നാളികേരം ഇട്ടിട്ട് നമ്മൾ ഇളക്കി വാങ്ങി വയ്ക്കുകയാണ് കേട്ടോ. ഇത്തിരി കറിവേപ്പില ഇട്ടിട്ട് കഴിഞ്ഞപ്പോൾ തോരൻ റെഡിയായി. പിന്നെ നമ്മൾ ഇഷ്ടം ഉണ്ടാക്കുന്നുണ്ട്, സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്, ഇഞ്ചിത്തൈര്, ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒത്തിരി രസം ലാസ്റ്റ് ഞാൻ തോന്നിയതാണ് ഉണ്ടാക്കാമെന്ന്, അങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ അത്രയും വിഭവങ്ങളാണ്. അപ്പോൾ ഇഷ്ടമുള്ള നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉരുളൻകിഴങ്ങും സവോളയും ഇഞ്ചിയും പച്ചമുളകും കൂടി നമ്മൾ വെള്ളമൊഴിച്ച് വേവിച്ച് നാളികേരപ്പാൽ പിഴിഞ്ഞ് വെച്ചപ്പോൾ ഇഷ്ടത്തിന് റെഡി ആയിട്ടുണ്ട്. ഇത്തിരി വെള്ളമാക്കി എടുത്തു ഞാൻ കേട്ടോ. ഇനി ഇതിരുന്ന് ഇത്തിരി കൂടി കട്ടയാവും. അപ്പോൾ അത് കാരണം ഇത്തിരി ലൂസായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇഷ്ടം തയ്യാറായി. അടുത്തതിന് സാമ്പാറിൻ്റെ പരിപാടി നോക്കാം കേട്ടോ. അപ്പോൾ സാമ്പാറിന് പരിപ്പും ഒരു സവോളയും കറിവേപ്പിലയും കൂടിയിട്ട് നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. கொஞ்சം ആവശ്യത്തിനുള്ള വെള്ളവും ഒരു ചെറിയ കഷ്ണം കായം, അതേ ഇത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ. ചെറിയൊരു കഷ്ണം കായം കൂടി ഇട്ടിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വേവിക്കാനായിട്ട് വയ്ക്കാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണില്ല കേട്ടോ, കാരണം ഇതൊന്നും ഒരു റെസിപ്പി വീഡിയോ അല്ല, മോള് ബർത്ത്ഡേ വീഡിയോ ആയ കാരണം പിന്നെ വീഡിയോ എടുക്കാൻ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. അപ്പോൾ ഞങ്ങൾ കുക്കർ അടച്ചിട്ട് നമ്മളത് സാമ്പാർ വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു. കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടതിന് ശേഷം തക്കാളി, വെണ്ടക്കായ്, മുരിങ്ങക്കായ് ഇട്ടത് ലാസ്റ്റാണ് ഇട്ടത് കേട്ടോ. ഇവിടെ പുളിയൊക്കെ പിഴിഞ്ഞ് വെച്ച് ഒരു അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നാളികേരം ഇല്ല കേട്ടോ, നാളികേരം ഇല്ലാത്ത അരപ്പാണ്. പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ അരച്ച് വയ്ക്കുമ്പോൾ. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഇത് സദ്യ സാമ്പാറിൻ്റെയാണ് കേട്ടോ, അതുകൊണ്ട് നാളികേരം ചേർത്തിട്ടില്ല. സാമ്പാർ പൊടി ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ മല്ലിപ്പൊടി, മുളകുപൊടി മാത്രമേ ഉള്ളൂ. പക്ഷേ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സാമ്പാർ ഇതേ എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് പൊട്ടിച്ച് വയ്ക്കാം. അങ്ങനെ കടുകും വറ്റൽമുളകും കറിവേപ്പിലും കൂടിയിട്ട് പൊട്ടിച്ച് താളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാമ്പാർ റെഡിയായി. സാമ്പാർ വെച്ച് കഴിഞ്ഞപ്പോഴാണ് രസം കൂടി ആക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ പെട്ടെന്ന് മറന്നുപോയി കേട്ടോ. അപ്പോൾ ലാസ്റ്റ് രസം കൂടി ആക്കി. പിന്നെ ചെറിയൊരു പായസം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു, പറയാൻ വിട്ടുപോയി. പായസം നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നതാണ് കേട്ടോ, ചെറിയൊരു കിറ്റ് ലൈറ്റിൻ്റെ പായസം മിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും വെച്ചു ലാസ്റ്റ് ഇട്ട്. അത് ഞാൻ കാണിച്ചിട്ടില്ല, അത് പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമല്ലോ. സാമ്പാറിൽ മല്ലിയില ഇടാൻ മറക്കരുത് കേട്ടോ. സാമ്പാറിൽ മല്ലിയില ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ സാമ്പാറും രസമൊക്കെ വെക്കുമ്പോൾ എനിക്ക് മല്ലിയില മസ്റ്റാണ് കേട്ടോ. അപ്പോൾ മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമ്മൾ സാമ്പാർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവസാനമായിട്ട് രസവും ഉണ്ടാക്കി കേട്ടോ. അത് ഞാൻ കാണിക്കുന്നുണ്ട്. രസം ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചിട്ടില്ല, രസമായത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ രസമായി. അവസാനമായിട്ട് പായസം റെഡിയാക്കി. അപ്പം നമ്മുടെ സദ്യ അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതൊക്കെ റെഡി ആയതിന് ശേഷം നമുക്ക് വിളമ്പണത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ലൈറ്റിൻ്റെ പാലട പായസം മിക്സാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ ഇലയിൽ വിളമ്പാൻ പോവുകയായി. ആദ്യം തന്നെ ക്യാരറ്റ് അച്ചാറിട്ടു, പിന്നെ പുളിയിഞ്ചി, അത് കഴിഞ്ഞ് ഇഷ്ടൂന്നാണ് ഇവിടെ പറയട്ടെ, നിങ്ങളവിടെ എന്താ പറയുക എന്നുള്ളത് പറഞ്ഞോളൂ കേട്ടോ. പിന്നെ ക്യാബേജ് തോരൻ, പിന്നെന്താണ് വെച്ചത്, അപ്പോഴേക്കും അവിടെ നിന്ന് ഒരാൾ ടേസ്റ്റ് നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിത്തൈര് വിളമ്പി. പിന്നെ പായസം, ഇത് അമ്പലത്തിലെ പായസമാണ് കേട്ടോ, നമ്മൾ പിറന്നാളിൽ പായസം കഴിപ്പിച്ചതാണ്. പിന്നെ പപ്പടം, പിന്നെ ചോറ് വിളമ്പി. ചോറ് നല്ല ചൂടാണ് കേട്ടോ, അതിനെ പരത്തിയിട്ട് കൊടുക്കുകയാണ്. പിന്നെ സാമ്പാറും രസം. പിന്നെ ഞാൻ ഗ്ലാസ്സിലൊന്നും വെക്കാൻ മറന്നു പോയതാണ് കേട്ടോ. രസം പായസം ഗ്ലാസ്സിലാണ് വെക്കേണ്ടിയിരുന്നത്, അത് പെട്ടെന്ന് മറന്നുപോയി. അത് മോൾക്ക് ഞാൻ ഇലയിൽ ഇതിൽ വിളമ്പിയത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇലയിൽ ലേശം ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ഗ്ലാസ്സിൽ അവൾ വേറെ കുടിച്ചു. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ വിഭവങ്ങൾ. അങ്ങനെ രാത്രിയായപ്പോൾ ജ്യോതിഷേട്ടൻ വരുമ്പോൾ ഒരു കേക്ക് മേടിച്ചു കൊടുന്നു കേട്ടോ. ആ കേക്ക് നമ്മൾ രാത്രിയാണ് കട്ട് ചെയ്തത്. അപ്പോൾ അതോടുകൂടി നമ്മുടെ ചെറിയൊരു പിറന്നാൾ വിശേഷം അവിടെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു.